അപ്പൊ ഗൈസ് നോണായെന്നാണ് എന്റെ വിശ്വാസം. യെസ് ഗൈസ്, നമ്മൾ കുറച്ച് സ്കിൻ കെയർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കയ്യിൽ കറ്റാർവാഴ ഉണ്ട്, പഞ്ചസാര ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പേക്കായിട്ട് തരും. ഇത് പഞ്ചസാര, തേന്, കുറച്ച് വെളിച്ചെണ്ണ. ഇന്നെങ്ങനെ വരുന്നുണ്ട്? നീ എവിടെ പോയി? അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഫേസ് പാക്ക് ഇതാണ് ഫേസ് പാക്ക്. അപ്പം ഇത് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു പൊടിയാണ്. സംഭവം ഇതിനകത്ത് എന്തൊക്കെയുണ്ട് കേട്ടില്ല പറഞ്ഞോളൂ. ഇതിനകത്ത് ഉഴുന്ന്, സാമ്പാർ പരിപ്പ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മളിത് അടുക്കള മൊത്തത്തിൽ എഴുതണമെന്ന്. ഇല്ല, ഇതെല്ലാം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്യുന്നവരാണെങ്കിൽ ഗൂഗിൾ ചെയ്യാം, ചാറ്റ് ജിപിടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചാറ്റ് ജിപിടി യൂസ് ചെയ്യാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ നോർമൽ സാമ്പാർ പരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബ്രൈറ്റനിങ് ഏജന്റ് ആണ്. അപ്പം ഉഴുന്ന്, സാമ്പാർ പരിപ്പ്, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കടലമാവ് എടുക്കാം. നമുക്ക് കടലമാവ് പറ്റാതെ നമ്മൾ അതിന് പകരമാണ് സാമ്പാർ പരിപ്പ് എടുത്തത്. പിന്നെ മുൾട്ടാനി മിട്ടി, കസ്തൂരി മഞ്ഞള്, ബദാമിന്റെ പൗഡർ. ലേശം എക്സ്പെൻസീവ് ആണ്, എന്നാലും ഭയങ്കര എഫക്റ്റീവ് ആണ് ബദാമിന്റെ പൗഡർ. പിന്നെ വെളി പറയത്തില്ലെങ്കിൽ പാൽപ്പൊടി. ഇത്ര സാധനങ്ങളാണ് ഈ മിക്സിനകത്തുള്ളത്. അത് അപ്പം ഒരുപാട് പേര് അല്ലെന്നെങ്കിലും കുറച്ച് പേര് നമ്മുടെ അടുത്ത് പേഴ്സണലി ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പണ്ടത്തെ സ്കിൻ ടോണിൽ നിന്ന് പണ്ടെന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ ഇച്ചിരി ഡാർക്ക് സ്കിൻ ടോൺ ആയിരുന്നു. ഇപ്പം അതൊന്ന് മാറി ഇച്ചിരി ഒന്ന് മെനപ്പെട്ടിട്ടുണ്ട്. അതെ, നമ്മൾ പറഞ്ഞു തരുന്നു. ഇല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ച് പോകാൻ കേട്ടോ. നമുക്കിങ്ങനെ അങ്ങനത്തെ നമ്മൾ വേർതിരിവൊന്നുമില്ല. അപ്പം അതിന് നമ്മൾ ജസ്റ്റ് തൈരിൽ മിക്സ്, തൈര് വേണമെന്നുള്ളവർക്ക്, ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് തൈര് യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് പാൽ യൂസ് ചെയ്യാം. പിന്നെ എക്സ്ട്രീം ഓയിലി സ്കിൻ ഉള്ളവർക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. അങ്ങനെ 3 ടൈപ്പിലും ഇത് മിക്സ് ചെയ്യാം. പിന്നെ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. പക്ഷെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു 7 days ചാലഞ്ച് നോക്കിയാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 2 ദിവസമായി. അപ്പം നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഫേസ് ഒന്ന് നനച്ചതിന് ശേഷം ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യും. കാരണം നമ്മൾ ഡ്രൈ ഫേസിലേക്ക് സ്ക്രബ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ ലിപ്സും നമ്മൾ സ്കിൻ കെയർ ചെയ്യും, നമ്മളെല്ലാം ചെയ്യണം. ഒന്നും ഫേസ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമ്മളൊക്കെ ലിപ്സ്റ്റിക് ഇടുന്ന ആൾക്കാരായതുകൊണ്ടും നമ്മുടെ ചുണ്ടിലൊക്കെ പിഗ്മെന്റേഷൻ വരാറുള്ളത് കൊണ്ടും നമ്മൾ സ്ക്രബ് ചെയ്യും. സ്ക്രബ് ചെയ്ത് പിന്നെ ഈ സാധനം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് പോകും. അപ്പൊ നമ്മുടെ നല്ല സെൽസിൽ പുറത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതായിരിക്കും. അല്ലാത്ത ഒരുമാതിരി വെറുതെ ആവശ്യമില്ലാതെ ഇട്ടിട്ട് കാര്യമില്ല. വെറുതെ നമ്മൾ ഡ്രൈ സ്കിന്നിൽ ഇട്ട് കളഞ്ഞിട്ട് കാര്യമില്ല, അത് ചൂണ്ട സ്കിന്നാണല്ലോ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഫേസ് ഒന്ന് വാഷ് ചെയ്ത്